രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി അത്താണി ജംഗ്ഷനിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് വലിയ തോതിൽ കഞ്ചാവ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിലെത്തിയ 4 ബംഗാൾ സ്വദേശികളെ തടഞ്ഞുവെച്ച് പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കഞ്ചാവ് കടത്തിന്റെ പുതിയ രീതി തുറന്നു വന്നത്. ഓട്ടോറിക്ഷയിൽ 200ഓളം സൈക്കിൾ പമ്പുകളായിരുന്നു. പമ്പ് വിൽപ്പനക്കാർ എന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിനോട് പറഞ്ഞത്. ആ പമ്പുകൾ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് നിറയെ കഞ്ചാവുകൾ കുത്തിത്തിരികെ വെച്ചിരുന്നത്. 200ഓളം സൈക്കിൾ പമ്പുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ കിട്ടിയത് 24 കിലോയോളം കഞ്ചാവ്. പശ്ചിമബംഗാൾ മൂർഷിദാബാദ് സ്വദേശികളായ റാക്കിബുൽ മൊല്ല, സിറാജുൽ മുൻഷി, റാബി KS, സെയ്ഫുൽ ഷെയ്ഖ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി M ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഒഡീഷയിൽ നിന്ന് കിലോയ്ക്ക് 2000 രൂപ നിരക്കിലാണ് ഇവർ കഞ്ചാവ് വാങ്ങിക്കൊണ്ടുവന്നത്. ആലുവയിലെത്തിച്ച് 10 ഇരട്ടി വിലയ്ക്ക് കച്ചവടം നടത്താനായിരുന്നു പദ്ധതി. കോയമ്പത്തൂരിൽ തീവണ്ടി ഇറങ്ങിയ ശേഷം ഇവർ ബസ്സിൽ അങ്കമാലിയിലെത്തി. തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് താമസ സ്ഥലത്തേക്ക് വന്നത്. പരിശോധന മറികടക്കാൻ വേണ്ടിയായിരുന്നു സൈക്കിൾ പമ്പുകൾക്കുള്ളിൽ കഞ്ചാവ് നിറച്ചിരുന്നത്. ആദ്യമായാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്ത് പിടികൂടുന്നതെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത വ്യക്തമാക്കി. നർക്കോട്ടിക് സെൽ DYSP PJ ഉമേഷ് കുമാർ, ആലുവ DYSP TR രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അറസ്റ്റിലായ 4 ബംഗാൾ സ്വദേശികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.